നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വാട്ടർ കളർ യൂസ് ചെയ്തിട്ട് ഈ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ട്രീ എങ്ങനെയാണ് പെയിന്റ് ചെയ്തെടുക്കുക എന്നാണ് പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അതിന്റെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ചെയ്യുന്ന മെത്തേഡും എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഈ ഒരു ട്രീ ഇതേപോലെ എങ്ങനെയാണ് പെയിന്റ് ചെയ്തെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ഒരുമിച്ച് ഇരുന്നിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഔട്ട്ലൈൻ ആണ്. അപ്പൊ ട്രീയുടെ ഔട്ട്ലൈൻ ഇതേപോലെ നമുക്ക് ആദ്യം വരച്ചു കൊടുക്കാം. ആദ്യം അതിന്റെ തടിയുടെ പോർഷൻ ഉണ്ടല്ലോ, അത് ഇതേപോലെ നമുക്ക് ആദ്യം ഒന്ന് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ. ഒരു സ്റ്റിക്കിന്റെ പോർഷനൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് ആദ്യം ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം. ഞാൻ ഇതേപോലെ അതിന്റെ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഗ്രൗണ്ട് നമ്മൾ അധികം ചെയ്യുന്നില്ല, വളരെ മിനിമൽ ആയിട്ട് ജസ്റ്റ് ഒരു ലൈൻസ് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. തടിയുടെ പോർഷൻ ജസ്റ്റ് ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ലീഫിന്റെ ഷേപ്പിൽ ഔട്ട്ലൈൻ വരയ്ക്കുന്നത് ഒരു ഓവൽ ഷേപ്പ് മാത്രമാണ് കേട്ടോ. ലീഫ് എവിടെയൊക്കെയാണോ നമുക്ക് ആവശ്യമുള്ളത് അവിടെ എല്ലാം ഇതേപോലെ ഒരു ഓവൽ ഷേപ്പാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, ഒരു ഓവൽ ഷേപ്പ് എന്ന് പറയുന്നത് അതിന്റെ ബേസിക് ഷേപ്പാണ് അല്ലേ. ഒരു ട്രീയിൽ കുറച്ച് ലീഫ്സ് ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് അതിന്റെ ഒരു ഓവൽ ഷേപ്പായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ ഇതേപോലെ ഒരു ഓവൽ ഷേപ്പിലുള്ള കുറേ ലീഫ്സ് ഇതേപോലെ നിൽക്കുന്നത് പോലെയാണ് ചെയ്യുന്നത്. ഇപ്പൊ എന്താണ് ബെനിഫിറ്റ് എന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എല്ലാ പോർഷനും ഇങ്ങനെ ഓരോരോ പോർഷൻ എടുത്തെടുത്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഓരോ പോർഷനും ഇങ്ങനെ എടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വാഷിംഗ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ലാസ്റ്റ് എത്തുന്ന സമയത്തും നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഓർഡറിൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും കേട്ടോ. ഒരു ട്രീയുടെ ഒരു ബേസിക് ഷേപ്പിൽ ഇതേപോലെ കുറേ ഓവൽ ഷേപ്പ് ഇതേപോലെ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഔട്ട്ലൈൻ വരുന്നത്. ഇനി നമുക്ക് പെയിന്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു റൗണ്ട് ബ്രഷ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, വാട്ടർ കളർ ബ്രഷ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് യെല്ലോ, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ ആ ഒരു ഓർഡറിലാണ് നമ്മളിവിടെ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഓവൽ ഷേപ്പിന്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഒരു ലീഫിന്റെ ഷേപ്പിലും കറക്റ്റ് ഔട്ട്ലൈൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പുറത്തോട്ടൊക്കെ ഓരോ സ്ട്രോക്ക് ഇട്ടിട്ട് യെല്ലോ കളർ ഏറ്റവും മുകളിൽ ആദ്യം വെക്കുകയാണ്. ഇനി യെല്ലോ കളർ ഡ്രൈ ആകുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ലൈറ്റ് ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഇതേപോലെ പെയിന്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ സാബ് ഗ്രീൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് ഡാർക്ക് അല്ല എടുത്ത് വെക്കുന്നത്, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ലൈറ്റ് ആയിട്ട് മാത്രമാണ് എടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ആദ്യം ലൈറ്റ് ഗ്രീൻ വെച്ച് കംപ്ലീറ്റ് ആയ ശേഷം അതിന്റെ മുകളിലായിട്ട് ഏറ്റവും താഴ്ഭാഗത്തായിട്ടും കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഗ്രീൻ ഉപയോഗിച്ചിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പൊ നമ്മളിവിടെ വെക്കുന്ന സമയത്ത് വെറുതെ ഫ്ലാറ്റ് ആയിട്ട് കളർ ഫില്ല് ചെയ്ത് പോകാതെ ഓരോ സ്ട്രോക്ക് ആയിട്ട് ഇതേപോലെയാണ് വെച്ച് പോകുന്നത്. അതിന്റെ സൈഡിലൊക്കെ നോക്കി ഓരോ സ്ട്രോക്ക് ഇങ്ങനെ പുറത്തോട്ട് നിൽക്കുന്ന ഒരു ഓർഡറിലാണ് വെക്കുന്നത് കേട്ടോ. ഇനി നല്ല ഡാർക്ക് ഗ്രീൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് ബ്ലൂ അപ്ലൈ ചെയ്തു. ഓക്കെ, ഗ്രീനും ബ്ലൂവും കൂടി നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രീൻ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ. ഇനി ഗ്രീനിലോട്ട് കുറച്ചൊരു റെഡ് കളർ മിക്സ് ചെയ്താൽ നമുക്ക് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ കിട്ടുന്നുണ്ടായിരിക്കും. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡാർക്ക് ആയിട്ടുള്ള ഗ്രീൻ കളർ ഇവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിവിടെ ആവശ്യം എന്ന് പറയുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറാണ്. അപ്പം നല്ല ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ ഇതേപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഏറ്റവും ബാക്കിലായിട്ട് ഇതേപോലെ ഡോട്ട്സ് വെച്ച് കൊടുക്കുക കേട്ടോ. അതും കറക്റ്റായിട്ട് നമ്മൾ വരച്ച ഔട്ട്ലൈൻ്റെ ഉള്ളിൽ ആ ഒരു ഓവൽ ഷേപ്പിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാതെ ഇതേപോലെ ഫ്രണ്ടിലോട്ടൊക്കെ സൈഡിലോട്ടൊക്കെ ഓരോ സ്ട്രോക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക കേട്ടോ. അപ്പം ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഓർഡർ എന്ന് പറയുന്നത്. ലൈറ്റ് ടു ഡാർക്കിൽ ലൈറ്റ് ആൻഡ് ഷെയ്ഡിന്റെ തിയറി കറക്റ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓർഡർ വെച്ചിട്ട് നമ്മൾ ചെയ്ത ഓരോ ഓവൽ ഷേപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് കളർ ഫില്ല് ചെയ്തെടുക്കുക. അത് മാത്രമേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത്, ആദ്യം യെല്ലോ കളർ എടുത്തിട്ട് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു, മുകൾ ഭാഗത്ത് ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ ലൈറ്റ് ഗ്രീൻ ഉപയോഗിച്ചിട്ട് ബാക്കി ഭാഗം ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഇതേപോലെ നല്ല ഡാർക്ക് ഗ്രീൻ ഫില്ല് ചെയ്ത് കൊടുത്തു. 3 കളറാണ്, കളർ വേരിയേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. 3 കളർ. ഓക്കെ, യെല്ലോ, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓർഡർ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ഒരു കളർ ഫില്ല് ചെയ്യുന്ന സമയത്ത് എവിടെ നിന്നാണോ സൺലൈറ്റ് അടിക്കുന്നത്, സൺ എവിടെയാണ് ഉള്ളത് അല്ലെങ്കിൽ സൺ ലൈറ്റിംഗ് എവിടെയാണ് എന്ന് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ആ ഭാഗത്തായിരിക്കണം യെല്ലോ കളർ കൊടുക്കേണ്ടത്. അപ്പോൾ യെല്ലോ കളർ നമ്മൾ സൺലൈറ്റ് അടിക്കുന്ന ഒരു ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും മുകളിൽ നമ്മൾ യെല്ലോ കളർ കൊടുക്കുന്നുണ്ടായിരിക്കുക. അത് മെല്ലെ ഡാർക്കിലോട്ട് വരുന്നത് പോലെ. അപ്പോൾ യെല്ലോയിലോട്ട് ലൈറ്റ് ഗ്രീൻ നല്ല രീതിയിൽ മിസ്സായി നിൽക്കണം, ഡാർക്ക് ഗ്രീൻ അതേപോലെ അതിലോട്ട് മിസ്സായി നിൽക്കണം. അപ്പോൾ ഓരോ കളർ വെക്കുന്ന സമയത്ത് അത് ഡ്രൈ ആകുന്നതിന് മുന്നേ അടുത്തടുത്ത കളർ വെച്ച് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ യെല്ലോ വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് നേരം നമ്മൾ വെയിറ്റ് ചെയ്യരുത്. യെല്ലോ ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ അവിടെ ലൈറ്റ് ഗ്രീൻ വെക്കണം. ഓക്കെ, എങ്കിലാണ് ആ 2 കളറും കൂടി നല്ല രീതിയിൽ ബ്ലെൻഡ് ആയിട്ട് മിസ്സായിട്ട് നിൽക്കുള്ളൂ, ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ലൈറ്റ് ഗ്രീൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ആ ലൈറ്റ് ഗ്രീൻ ഡ്രൈ ആകുന്നതിന് മുന്നേ തന്നെ നമ്മളവിടെ ഡാർക്ക് ഗ്രീൻ വെക്കുക എന്നുള്ളതാണ്. അത് കറക്റ്റ് ഒരു ഓർഡറിൽ സ്പീഡായിട്ട് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ഞാൻ യെല്ലോ എടുത്തിട്ട് ആദ്യം ഇതേപോലെ വെച്ചു, അതിൻ്റെ കൂടെ കുറച്ച് ലൈറ്റ് ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ട് സമയത്ത് ഈ ഒരു കളർ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ യെല്ലോ ലൈറ്റ് ഗ്രീൻ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ വെച്ചു, പിന്നെ ഡാർക്ക്
ഡാർക്ക് ഗ്രീൻ മൂന്നാമത്തെ സ്റ്റെപ്പിലായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കറക്റ്റ് ഓർഡറിൽ എല്ലാ ഷേപ്പും നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ, എല്ലാ ഷേപ്പിലും കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് വരിക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ ഇതേപോലെ എല്ലാ ഷേപ്പിലും കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് വരുമ്പോഴേക്കും അവസാനത്തെ സ്റ്റേജ് എത്തുമ്പോഴേക്കും ആ ഒരു കറക്റ്റ് ഓർഡർ നമുക്ക് മനസ്സിലാവും. ആദ്യത്തെ 1-2 സ്റ്റേജ് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യായിരിക്കും, കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവായിരിക്കും, ഫുള്ളായിട്ട് ചിലപ്പോൾ കവറായി പോവായിരിക്കും. അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ കോമൺ ആണ്, എല്ലാവർക്കും വരും. ഓക്കെ, ഇത് വാട്ടർ കളറാണ്, വാട്ടർ കളർ പെട്ടെന്ന് സ്പ്രെഡായി പോവും. ഇതെല്ലാം കോമൺ ആയിട്ട് വരുന്ന ഒരു ഇഷ്യൂ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ഇവിടെ ഈ ഒരു മെത്തേഡിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതൊരു ഭംഗി മാത്രമല്ല നോക്കുന്നത്, നല്ല രീതിയിലൊരു പ്രാക്ടീസ് മെത്തേഡും കൂടി ആയിട്ട് നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രീയും കളർ മിസ് ചെയ്യാനും ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവാനും ആ ഒരു വാട്ടർ കളറിന്റെ കൺട്രോളും ബ്രഷിന്റെ ഒരു കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഒരു ട്രീനെ ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് നോക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ നല്ലതായിട്ട് മനസ്സിലാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ ഓവൽ ഷേപ്പിന്റെ ഉള്ളിലും കറക്റ്റ് ആ ഒരു ഓർഡറിൽ ലൈറ്റ് ആൻഡ് ഷെയ്ഡിന്റെ എഫക്റ്റ് കറക്റ്റായിട്ട് വരുന്നത് പോലെ ലൈറ്റ് ടു ഡാർക്ക് ഓർഡറിൽ ഇതേപോലെ കളർ ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഫൈനലി എത്തുന്ന സമയത്ത് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ടായിരിക്കും, നിങ്ങൾക്ക് നല്ലൊരു ലേണിംഗ് ഉണ്ടായിരിക്കും, ഒരു അടിപൊളി പ്രാക്ടീസ് മെത്തേഡും ആയിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം ഇതേപോലെ ചെറിയ ചെറിയ ഓവലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വലിയ വലിയ ട്രീസ് ഒക്കെ വരയ്ക്കുന്ന സമയത്ത് ഇതിനെ വലിയ ഓവൽ ഷേപ്പിലോട്ട് കൊണ്ടുവന്നിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റും, ഈസി ആയിട്ട് നമുക്കത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ആദ്യം തന്നെ ഭയങ്കര ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കാൻ ശ്രമിക്കാതെ ഇതേപോലുള്ള കറക്റ്റ് ആയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള ടെക്നിക്സും മെത്തേഡും എന്താണ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇതേപോലെ കറക്റ്റ് ഓർഡറിൽ പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ വലിയ വലിയ പെയിൻറ്റിങ്സ് ഒക്കെ സമീപിക്കുന്ന സമയത്ത് നമുക്ക് നല്ല റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് അതിന് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ ടെക്നിക്സും മെത്തേഡും പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് വാട്ടർ കളറിൽ. ഓക്കെ, എല്ലാവരും എന്നോട് കോമൺലി പറയാറുണ്ട് വാട്ടർ കളർ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചെയ്യാൻ പറ്റുന്നില്ല, കളേഴ്സ് എന്താ പറയുക സ്പ്രെഡായി പോവാണ് അങ്ങനെയൊക്കെ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അവർക്ക് നല്ല രീതിയിൽ ക്ഷമയില്ല എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ കാര്യം പ്രാക്ടീസിങ്ങിൻ്റെ കുറവാണ്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിലുള്ള ക്ഷമ എന്ന് പറയുന്നത് പെയിൻറ്റിങ്ങിനെ സംബന്ധിച്ച് പൊതുവെ വാട്ടർ കളറിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിയിൽ ക്ഷമയോടെ ഇരുന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുക, പറയുന്ന കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുക, അത് നോട്ട് ചെയ്ത് വെക്കുക. റൈറ്റ് ആയിട്ടുള്ള ടെക്നിക്സ് ആൻഡ് മെത്തേഡ് മാത്രമാണ് എൻ്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് പൊതുവെ എൻ്റെ സ്റ്റുഡൻസിനും. ആ റൈറ്റ് ആയിട്ടുള്ള ടെക്നിക്സും മെത്തേഡും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി നോട്ട്സൊക്കെ എഴുതി വെച്ച് അത് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് അത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ സ്റ്റുഡൻസിന് പൊതുവേ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് എന്നെ കറക്റ്റായിട്ട് അതേപോലെ കോപ്പി ചെയ്യാനല്ല, കറക്റ്റായിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള ടെക്നിക്സ് ആ മെത്തേഡാണ്. കളർ എങ്ങനെ വെക്കണം, എന്തുകൊണ്ടാണ് നമ്മൾ കളേഴ്സ് അങ്ങനെ വെക്കുന്നത്, എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടത്, അങ്ങനെ കറക്റ്റായിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള ടെക്നിക്സ് മെത്തേഡ് മാത്രമാണ് എൻ്റെ ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സിലൂടെ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത്. അങ്ങനെ ചെയ്യുന്ന സമയത്തും അവർക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു, ഒരാൾ എത്രത്തോളം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു അത് മനസ്സിലാക്കുന്നു, അത്രയും നല്ല റിസൾട്ട് അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് അത് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട്, എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യണം, അങ്ങനെയുള്ള കറക്റ്റായിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള ടെക്നിക്സ് ആ മെത്തേഡ് കറക്റ്റായിട്ട് പഠിക്കുക, അത് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ മൈൻഡിൽ ഒരിക്കലും സേവ് ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടില്ല, അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കാം. വെറുതെ ഇതെല്ലാം നമ്മുടെ മൈൻഡിൽ നമ്മുടെ മെമ്മറിയിൽ സ്റ്റോറേജ് ഡിവൈസ് ആക്കിയിട്ട് സേവ് ചെയ്ത് വെച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് റിസൾട്ട് കിട്ടില്ല. ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യണം, വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. സോ കറക്റ്റായിട്ടുള്ള മെത്തേഡ് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓർഡർ മറക്കണ്ട, യെല്ലോ, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ, അതും ഓരോ കളറും ഡ്രൈ ആകുന്നതിന് മുന്നേ തന്നെ ഇതേപോലെ കളേഴ്സ് വെച്ച് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഏറ്റവും താഴത്തോട്ട് വരുന്ന സമയത്ത് ഡാർക്ക് ടൂണിൻ്റെ അളവ് ഞാൻ കുറച്ചും കൂടി കൂട്ടിയിട്ടുണ്ട്, കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡ് ആക്കിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? ട്രീൻ്റെ മുകളിലോട്ട് അടിക്കുന്ന അതേ സൺലൈറ്റ് താഴോട്ട് വരില്ലല്ലോ, താഴോട്ട് സൺലൈറ്റിൻ്റെ എമൗണ്ട് കുറച്ച് കുറഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഡാർക്കിൻ്റെ എമൗണ്ട് ഞാൻ അതുകൊണ്ടാണ് അവിടെ ഒന്ന് കൂട്ടി കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് ലോജിക്കലായിട്ടും കൂടി ചിന്തിച്ചിട്ട് ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ പെയിൻറ്റിങ്ങിലോട്ട് വരികയാണെങ്കിൽ കുറച്ചും കൂടി നല്ല റിസൾട്ട് നമുക്കവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും പോർഷൻ 1 by 1 ആയിട്ട് ഓരോ പോർഷനും എടുത്ത് കംപ്ലീറ്റ് ആക്കുന്ന സമയത്ത് അവസാന സ്റ്റേജ് എത്തുമ്പോൾ സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങളത് ഫോളോ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ഔട്ട്ലൈൻ വരച്ച് കഴിഞ്ഞാൽ, ഒരു ഓവൽ ഷേപ്പ് വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മാത്രമല്ല ഞാൻ കളർ ഫില്ല് ചെയ്തിട്ടുള്ളത്, പുറത്തോട്ട് ഒരു ലീഫിൻ്റെ ഷേപ്പിൽ ഓരോ സ്ട്രോക്ക് ഇങ്ങനെ ഇട്ടിട്ടാണ് കളർ ഫില്ല് ചെയ്തെടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കുക, അതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. പുറത്തോട്ടൊക്കെ ഓരോ ലീഫ് ഇതേപോലെ നിൽക്കുന്നത് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്ട്രോക്കൊക്കെ നമുക്ക് ഇതേപോലെ എക്സ്ട്രാ ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ.
അപ്പോൾ ആദ്യം നമ്മൾ യൂസ് ചെയ്ത കളറെല്ലാം അത് ഡ്രൈ ആവുന്ന സമയത്ത് കുറച്ചൊന്ന് ബ്ലറായി വരുന്നുണ്ടായിരിക്കും, ഒന്ന് കുറഞ്ഞു വരുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കളേഴ്സ് കൂട്ടി കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി നമുക്ക് സ്റ്റിക്കിൻ്റെ പോർഷൻ ചെയ്യാം. ആദ്യം ഞാൻ ബ്രൗൺ കളറിലോട്ട്, അതായത് ബേൺസീനിലോട്ട് നല്ല രീതിയിൽ വെള്ളം കൂടുതൽ ആഡ് ചെയ്തിട്ട് ലൈറ്റ് ടൂണ് ആദ്യം സ്റ്റിക്കിന് ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് കൊടുക്കുകയാണ്. പിന്നെ ഗ്രൗണ്ടിൻ്റെ പോർഷൻ വളരെ മിനിമലായിട്ട് ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഒക്കെ വെച്ച് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഗ്രൗണ്ടിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല, ട്രീ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. ഗ്രൗണ്ടിന് ജസ്റ്റ് ഞാനൊരു കളേഴ്സ് എടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അവിടെ കൊടുക്കാനായിട്ട് പറ്റും, ഗ്രീനിഷോ ബ്രൗണിഷോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ സ്റ്റിക്കിൻ്റെ പോർഷൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കാം, പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇതും ഡാർക്ക് ടു ലൈറ്റ് ഓർഡറിലാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ലൈറ്റ് കളർ വെച്ചു. ഇനി വൺ സൈഡിൽ നിന്ന്, ഈ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് സൺലൈറ്റ് ഇത് ഇങ്ങോട്ട് അടിക്കുന്നത് പോലെയാണ്, ട്രീയിലോട്ട് അടിക്കുന്നത് പോലെയാണ് സ്റ്റിക്കിൻ്റെ പോർഷനിൽ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതേപോലെ ഡാർക്കൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ബാക്ക് സൈഡ് നന്നായിട്ട് ഡാർക്കായിട്ട് കൊടുക്കും. അതിൻ്റെ ഒരു മിഡിലായിട്ട് വരുന്ന പോർഷനിൽ ഞാൻ ഒരു മിഡിൽ ടൂൺ കൊടുക്കുന്നുണ്ടായിരിക്കും. ഏറ്റവും ഫ്രണ്ടിലെ പോർഷൻ ലൈറ്റ് ടൂൺ. ഓക്കെ, ലൈറ്റ് ടൂൺ ഹൈലൈറ്റ് ഒക്കെ നമ്മൾ വിട്ടിട്ടാണ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ട്രീയുടെ സ്റ്റിക്കിന്റെ പോർഷൻ ചെയ്യുന്ന സമയത്ത് ഫ്ലാറ്റ് ആയിട്ട് കളർ ഫില്ല് ചെയ്ത് പോകാതെ ഇതേപോലെ ചെറിയ ചെറിയ ലൈൻസും സ്ട്രോക്കും ഇട്ടിട്ട് കളർ ഫില്ല് ചെയ്യുകയാണെങ്കിൽ ട്രീയുടെ സ്കിന്നിന്റെ ടെക്സ്ചർ വിസിബിൾ ആക്കാനായിട്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഞാൻ ജസ്റ്റ് സ്റ്റോക്ക് ഇട്ട് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആദ്യത്തെ ലൈറ്റ് ടൂൺ ഫ്ലാറ്റ് ആയിട്ട് ചെയ്തു, മിഡിൽ ടൂണും ഡാർക്ക് ടൂണും ബ്രഷ് ഉപയോഗിച്ചിട്ട് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് ഇതേപോലെ ജസ്റ്റ് സ്റ്റോക്ക് ഇട്ട് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ ഇടുന്ന സമയത്ത് ട്രീയുടെ ഒരു സ്കിന്നിന്റെ ടെക്സ്ചർ കറക്റ്റ് ആയിട്ട് അത് വിസിബിൾ ആവുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ട്രീയുടെ പാറ്റേൺസ് ഒക്കെ കറക്റ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് ഇതേപോലെ വിസിബിൾ ആയി വരുന്നുണ്ടായിരിക്കും കേട്ടോ. ഇനി നമുക്ക് സൈഡിൽ നിന്ന് താഴത്തു നിന്നൊക്കെ മുകളിലോട്ട് ഇതേപോലെ ബ്രാഞ്ചസ് വരച്ചു കൊടുക്കാനായിട്ടും സാധിക്കും കേട്ടോ. ഒരു ഡാർക്ക് ടൂൺ ആണ്, ഡാർക്ക് ബ്രൗൺ കളറാണ് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് ബ്രാഞ്ചസ് വരച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അതിന് പ്രത്യേകിച്ച് റോൾസ് ഒന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും ബ്രാഞ്ചസ് വരച്ചു കൊടുക്കാം. പക്ഷെ വരയ്ക്കുന്ന സമയത്ത് ആ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഒന്ന് കറക്റ്റ് ആയിട്ട് നോക്കുക. വലിയ ബ്രാഞ്ചസ് ഒക്കെ വരയ്ക്കുന്ന സമയത്ത് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ ബ്രാഞ്ചസ് മുന്നോട്ട് വളർന്ന് പോകുന്ന സമയത്ത് അത് തിന്നായിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക കേട്ടോ. ബാക്കി നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഞാനൊരു ചെറിയ കുഞ്ഞു ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ലോങ് ഹെയർ ബ്രഷ് യൂസ് ചെയ്തിട്ട് തിന്നായിട്ടുള്ള ലൈൻസ് എല്ലാം ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള തിന്നായിട്ടുള്ള ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നല്ല പോയിന്റഡ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഞാനിവിടെ ലോങ് ഹെയർ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ബിഗിനേഴ്സിനെ സംബന്ധിച്ച് ചിലപ്പോൾ ലോങ് ഹെയർ ബ്രഷ് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ 0 ബ്രഷ് ഇല്ലേ, 0 പോയിന്റ് ബ്രഷ് യൂസ് ചെയ്താൽ മതി, നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ, ലീഫിൻ്റെ ഉള്ളിലൊക്കെ നിറയെ ബ്രാഞ്ചസ് ഇതേപോലെ വരച്ചു കൊടുക്കാം. നിറയെ ബ്രാഞ്ചസ് വരയ്ക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ട്രീൻ്റെ സ്റ്റിക്കിൻ്റെ പോർഷനിലും ഡാർക്ക് ടൂണ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാനും അതിൻ്റെ ടെക്സ്ചറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള തിയറി ഞാൻ പറഞ്ഞുതരാൻ ഉദ്ദേശിച്ചത് ട്രീൻ്റെ മുകളിലെ ലീഫിൻ്റെ പോർഷനും തടിയുടെ പോർഷനാണ്. അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വയ്ക്കുക, നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. ലൈറ്റ് ടു ഡാർക്ക്, അത് ലൈറ്റ് ആൻഡ് ഷെയ്ഡിൻ്റെ ഒരു തിയറിയാണ്, ഒരു ഓർഡർ ആണ്. അത് കറക്റ്റായിട്ട് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. യെല്ലോ, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക്. അപ്പോൾ ഏത് കളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ലൈറ്റ് ടു ഡാർക്ക് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഗ്രീൻ ട്രീ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഈ ഒരു ഓർഡറിൽ ചെയ്യുന്നു എന്ന് മാത്രം. ഇത് സൺലൈറ്റിൻ്റെ കളറിനനുസരിച്ചും ട്രീ വളർന്നു വരുന്ന സാഹചര്യത്തിനനുസരിച്ചെല്ലാം ഈ കളറിന് മാറ്റങ്ങൾ വരുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു തിയറിൻ്റെ ഓർഡർ കറക്റ്റ് ആയിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ലൈറ്റ് ടു ഡാർക്ക് ഓർഡർ കറക്റ്റ് ആ ഒരു ഓർഡർ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ലൈറ്റ് ആൻഡ് ഷെയ്ഡിന്റെ തിയറിയൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി തന്നെ നമ്മളൊരു ഒബ്ജക്റ്റിനെ സമീപിച്ചിട്ട് പെയിന്റ് ചെയ്തെടുക്കാനും ഡ്രോ ചെയ്തെടുക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതേപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പിലുള്ള ട്രീ എല്ലാം വരച്ചിട്ട് മൾട്ടിപ്പിൾ ടൈം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എത്രത്തോളം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നല്ല രീതിയിൽ ഈ ബ്രഷും വാട്ടറും എല്ലാം നമ്മുടെ കയ്യിലോട്ട് നല്ല രീതിയിൽ കൺട്രോൾ വരും. ഓക്കെ, വാട്ടർ കളർ പൊതുവെ എല്ലാവരും ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നൊരു കാര്യം പ്രാക്ടീസിങ്ങിൻ്റെ ഒരു കുറവ് കൊണ്ട് മാത്രമാണ്. പിന്നെ റൈറ്റ് ആയിട്ടുള്ള ടെക്നിക്സും മെത്തേഡും അറിയാത്തത് കൊണ്ടും പഠിക്കാത്തതിൻ്റെയും ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ റൈറ്റ് ആയിട്ടുള്ള ടെക്നിക്സും മെത്തേഡും കറക്റ്റായിട്ട് പഠിച്ചിട്ട് അത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ വാട്ടർ കളറിൽ നല്ല റിസൾട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അടിപൊളി റിസൾട്ടാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് മീഡിയം കൂടിയാണ് വാട്ടർ കളർ കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഡിഫറെൻറ്റ് ഷേപ്പിലും ആകൃതിയിലൊക്കെ ഉള്ള ട്രീ എടുക്കുക. ഇപ്പോൾ നമുക്ക് ഗൂഗിളിൽ നിന്നും പിൻട്രസ്റ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് നേരിട്ട് ട്രീ നോക്കി ചെയ്യാനായിട്ടും പറ്റും. വീട്ടിലെ ട്രീ ഒക്കെ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഓർഡർ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഡിഫറെൻറ്റ് ഷേപ്പിലും ആകൃതിയിലും ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ട്രീ ഇതേപോലെ പെയിൻറ്റ് ചെയ്തെടുക്കുക. ഡിഫറെൻറ്റ് കളേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. സോ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും നല്ല രീതിയിൽ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.